ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്ത് 3 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. ഈ 3 ആഴ്ചയിൽ 4 പേരാണ് പുറത്തുപോയത്. രതീഷ് കുമാർ, സുരേഷ് മേനോൻ, നിഷാന, റോക്കി എസ്സി. ഒരാളുടെ അവസ്ഥ ഇപ്പോഴും പുറത്താണോ അകത്താണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ്. 19 പേർ വന്ന ബിഗ് ബോസിൽ 3 ആഴ്ചയിൽ തന്നെ 14 മത്സരാർത്ഥികളായി കുറഞ്ഞിരിക്കുകയാണ്. ആദ്യ ആഴ്ചയിൽ രതീഷ് കുമാറും 2ാം ആഴ്ചയിൽ കോമണറായി വന്ന നിഷാനയും നടൻ സുരേഷ് മേനോനും പുറത്തായി. ശേഷമാണ് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് നിയമലംഘനത്തിന് പിന്നാലെ റോക്കി എസ്സി പുറത്താകുന്നത്. തൊട്ടു പിന്നാലെ റോക്കിയിൽ നിന്നും പരിക്ക് പറ്റിയ സിജോയും പുറത്തുപോയി. ഇതോടുകൂടി വീട്ടിലെ പുരുഷ മേധാവിത്വം വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഗബ്രി, ജിൻഡോ, അർജുൻ, ഋഷി ഇവർ മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ അവശേഷിക്കുന്ന പുരുഷ മത്സരാർത്ഥികൾ. ആകെയുള്ള കണക്ക് നോക്കിയാലും 14 പേർ. അതുകൊണ്ടാണ് ഈ ആഴ്ചയിലെ എവിക്ഷൻ പോലും ബിഗ് ബോസ് വേണ്ടെന്ന് വെച്ചത്. ഓപ്പറേഷൻ കഴിഞ്ഞ സിജോ കഴിഞ്ഞ ദിവസം ഷോയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരുന്നില്ല. സിജോ ലാലേട്ടനൊപ്പം സ്റ്റേജിൽ എത്തിയെന്നല്ലാതെ ഷോയിൽ തുടരുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. 2 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിജോയെ പറഞ്ഞയക്കുന്നതാണ് എപ്പിസോഡിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ സിജോ തിരിച്ചു വരുമോ എന്ന കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 1 or 2 വൈൽഡ് കാർഡ് എൻട്രി അനിവാര്യമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കാമെന്നാണ് പ്രേക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. അതേസമയം 3ാം ആഴ്ചയിലും വൈൽഡ് കാർഡ് എൻട്രി സംബന്ധിച്ച സൂചന ബിഗ് ബോസ് നൽകാത്തത് കൊണ്ട് തന്നെ നിലവിലെ മത്സരാർത്ഥികളെ അടുത്ത ആഴ്ചയിലും കാണേണ്ടി വരുമെന്നുള്ള അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട്. ഇവയൊന്നും കൂടാതെ 4ാമത്തെ ആഴ്ചയുടെ പകുതിയിൽ വൈൽഡ് കാർഡ് വന്നേക്കുമെന്ന ചർച്ചകളും മറുപുറത്തുണ്ട്. നിലവിൽ പ്രേക്ഷകർക്ക് ഇത്തവണത്തെ ബിഗ് ബോസിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. സാധാരണ സീസണുകളെ അപേക്ഷിച്ച് എൻഗേജിംഗ് ആയ കണ്ടന്റുകൾ ഒന്നും തന്നെ മത്സരാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇപ്രാവശ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് അതിനുള്ള പ്രധാന കാരണം. മറ്റൊന്ന്, ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളിൽ 4-5 പേരൊഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ സോഷ്യൽ മീഡിയ രംഗത്ത് നിന്നും വന്നവരാണ്. എല്ലാവരെയും പ്രേക്ഷകർക്ക് പരിചിതമാകണമെന്നില്ല. മറ്റൊന്ന്, ഒരു മത്സരാർത്ഥിയും സ്ഥിരതയാർന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ മത്സരം കാഴ്ചവെക്കുന്നില്ല എന്നതാണ്. ഒരു നേരത്തെ എക്സ്ട്രാ ആക്റ്റീവ് ആണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഡൗൺ ആയ അവസ്ഥ. കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും 24 അവറും ആക്റ്റീവ് ആയിരുന്നു. രാത്രി ലൈവിൽ പോലും ഇഷ്ടം പോലെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. വീടിനുള്ളിലെ അവസ്ഥ മാത്രമല്ല, സോഷ്യൽ മീഡിയയ്ക്കും പ്രേക്ഷകരിൽ ഒരു സംഭവത്തോട് ഇൻട്രസ്റ്റ് വരുത്തുന്നതിൽ പ്രധാന പങ്കുണ്ട്. ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഇത്തവണ വൻ പരാജയമായ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. സാധാരണ എല്ലാ സീസണിലും 10-20 ദിവസങ്ങളാവുമ്പോൾ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും ഫാൻ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഫാൻ ഗ്രൂപ്പിലെ അംഗങ്ങളും അഡ്മിനും ഒക്കെ ബിഗ് ബോസ് ഒഫീഷ്യൽ ഗ്രൂപ്പിലും അതുപോലെ അൺഒഫീഷ്യൽ ഗ്രൂപ്പിലും അവരെ അനുകൂലിച്ചും മറ്റുള്ളവരെ എതിർത്തും പോസ്റ്റുകൾ ഇടാറുണ്ട്. ഹൗസിലുള്ളതിനേക്കാൾ അടിയും വഴക്കും ഈ ഗ്രൂപ്പിലാണ് നടക്കാറുള്ളത്. ഇത്തവണ ആർമി ഗ്രൂപ്പുകളോ ഫാൻസ് ഗ്രൂപ്പുകളോ ഒന്നുമില്ല. സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മത്സരാർത്ഥികളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തുടങ്ങിയ ചില ആർമി ഗ്രൂപ്പുകളല്ലാതെ ഓർഗാനിക് ആയ ഒന്നും തന്നെ ഇല്ല. ബാക്കിയൊക്കെ PR വർക്ക് എന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇവയെല്ലാം മാറണമെങ്കിൽ ഉറപ്പായും ഒരു വൈൽഡ് കാർഡ് എൻട്രി അത്യാവശ്യമാണ്. ശക്തനായൊരു മത്സരാർത്ഥി എത്തിയാൽ മാത്രമാണ് നിലവിലെ ബിഗ് ബോസിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 അപ്പാടെ ഫ്ലോപ്പായെന്ന് പറയേണ്ടി വരും.